ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാം തിരുലിഖിതം. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ഏലിയാമ്മ. ഞാൻ തൂര് താമസിക്കുന്നു. എവിടെയാ? തൂര് തരിപ്പുറമുണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ സ്ഥിരം എല്ലാ വെള്ളിയാഴ്ചകളിലും അഭിഷേകാഗ്നി പരിപാടി എല്ലാ വെള്ളിയാഴ്ചകളിലും കാണുന്നു. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എല്ലാ രോഗങ്ങളുടെയും ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ യേശുവിന്റെ നാമത്തിൽ രോഗങ്ങളും അതിന്റെ എല്ലാ ആധിപത്യങ്ങളും വിട്ടുപോട്ടെ എന്ന് പറഞ്ഞ ഒറ്റ പ്രാർത്ഥനയാണ്. അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനും ഇങ്ങനെ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ കൊച്ചുമകളുടെ കയ്യിൻ്റെ മുട്ടിന് ഇങ്ങനെ മണൽ നിരത്തി വെച്ച പോലെ ഇങ്ങനെ തൊട്ടാൽ ഭയങ്കരം ചരളെ പിടിക്കുന്ന പോലെയുള്ളൊരു ചരള് നിരത്തി ഇട്ട മാതിരിയാണ് കൈയുടെ ഈ ഭാഗം മുഴുവൻ ഇരിക്കുക. അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ചരളം പുറത്ത് കൂടെ കൈ കൊണ്ടുപോകണ. എന്നിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അത് 5-6 വർഷങ്ങളായിട്ട് അങ്ങനെയുണ്ട്. അപ്പം ഞാനിത് മാറി കിട്ടുവാണെങ്കിൽ ഇവിടെ കരുവാരകുണ്ടില് ഫൊറോനാപ്പള്ളിയിൽ അഭിഷേകാഗ്നി പരിപാടി വരുമ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞു. അച്ഛൻ്റെ പ്രാർത്ഥന മൂലം യേശു അത് സൗഖ്യമാക്കി തരികയും ചെയ്തു. പിന്നെ അത് ഉണ്ടായിട്ടില്ല, അത് പോയി. ഇപ്പൊ അതില്ല. ദൈവേ, അത് എത്ര വർഷമായിട്ടുള്ളതാ? അത് 5-6 വർഷമായിട്ടുണ്ടായിരുന്നു. 5-6 വർഷമായിട്ടുള്ള കാര്യമാണ്. ആ വിശ്വാസത്തോടെ എൻ്റെ യേശുവെ അങ്ങ് സുഖപ്പെടുത്തി തന്നാൽ ഞാൻ സാക്ഷ്യപ്പെടുത്താന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അതങ്ങോട്ട് വിട്ടുമാറിപ്പോയി. മരുന്ന് കഴിക്കാനൊക്കെ വീട്ടിലെ അപ്പച്ചൻ ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും മരുന്ന് എഴുതുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു, മരുന്നൊന്നും കഴിക്കേണ്ടത് ശരിക്കും മാറിക്കോളും, കർത്താവ് സുഖമാക്കി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ മരുന്നൊന്നും കൊടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല. അപ്പൊ അതാണ് കൃപയോടെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസത്തിൽ പ്രത്യാശ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശ പറഞ്ഞു, എൻ്റെ യേശുവിനെ സുഖപ്പെടുത്തും, എൻ്റെ മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരില്ല, മരുന്ന് കഴിച്ചാൽ ചേർത്ത് വരും, അതുകൊണ്ട് മരുന്ന് കഴിക്കേണ്ട, ഇത് മാറിക്കോളും, തന്നെ മാറിക്കോളും, ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക്കൊന്നും എടുക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് എന്തായി, ഈശോ ആ വിശ്വാസത്തിൻ്റെ പ്രത്യാശ എങ്ങനെ ഏറ്റു പറഞ്ഞു അതേപോലെ തന്നെ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഈശോ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടത്തോട് വലത്തോട് കൈകളടിച്ച് നമുക്ക് പാട്ട് പാടി കർത്താവിനെ ആരാധിക്കാം. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്, എൻ്റെ ആത്മാവിനാലാണ്. കൈകൾ ഉയർത്തി കൈയടിച്ച്. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്, എൻ്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിലെ ഓരോ ആവശ്യങ്ങളും ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കുടുംബത്തിൽ രോഗികളായ കുട്ടികളുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ രോഗികളായ കുട്ടികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. കടബാധ്യതയുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ 25-ാം തിരുലിഖിതം, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവന് കഴിവുണ്ട്. ആ യേശുവിൻ്റെ നാമത്തിലാണ് പിതാവിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുലിഖിതം, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ വേണം ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ വലിയ ദൈവശക്തി വ്യാപരിക്കും. നിയമാവർത്തന പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതം, കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. ഈ വചനം വിശ്വസിക്കണം.
കുടുംബത്തിലെ അരിഷ്ടതകൾ, അനർത്ഥങ്ങൾ, തകർച്ച, രോഗങ്ങൾ ഇത് മാറ്റുന്നവനാണ് കർത്താവ്. രണ്ട് കരങ്ങളും നന്നായിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഈ സമയം നിങ്ങളുടെ കുട്ടികൾക്ക് രോഗമുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ വലിയ പ്രയാസത്തിരിക്കുന്നവരുണ്ടെങ്കിൽ, നിരാശയിരിക്കുന്നവരുണ്ടെങ്കിൽ, ദുഃഖത്തിരിക്കുന്നവരുണ്ടെങ്കിൽ, വൈരാഗ്യത്തിൽ വെറുപ്പത്തിലിരിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം സമർപ്പിക്കുക മക്കളെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ഇപ്പോൾ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഇപ്പോൾ അത്ഭുത ശക്തി കുടുംബങ്ങളിലേക്ക് നിറയട്ടെ, ജീവിതങ്ങളിലേക്ക് നിറയട്ടെ, എല്ലാ സ്ഥാപനങ്ങളിലേക്ക് നിറയട്ടെ, സമൂഹങ്ങളിലേക്ക് നിറയട്ടെ, ജീവിതങ്ങളിലേക്ക് നിറയട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, എല്ലാ ബന്ധനങ്ങളും തകരട്ടെ, അന്ധകാര പീഡകൾ വിട്ടുപോകട്ടെ, പൈശാചിക ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ, മന്ത്രവാദ ശക്തികൾ തകരട്ടെ, കൂടോത്ര ശക്തികൾ തകരട്ടെ, വലിയ അഭിഷേകങ്ങൾ കുടുംബത്തിലേക്ക് നിറയട്ടെ, കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, വിദ്യാർത്ഥിനി ഉണരട്ടെ, പഠിക്കാനുള്ള തടസ്സങ്ങൾ മാറട്ടെ, നല്ല റിസൾട്ട് ലഭിക്കട്ടെ, പഠന മേഖല ഉയർച്ച ഉണ്ടാകട്ടെ, ഓർമ്മശക്തിയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ, ഇപ്പോൾ ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് എന്നെക്കുറിച്ച് ചെറുതായിട്ടല്ല വലുതായി കാണുന്ന എൻ്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 115 സങ്കീർത്തനത്തിൽ 12 തിരുലിഖിതം, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, വലിയവരെയും ചെറിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ഒരു വിചാരം അവിടുത്തെ മനസ്സിലുണ്ട്. ഞാൻ പറയുമ്പോൾ കർത്താവിന് ഈ വട്ടായിലച്ഛനെ കുറിച്ചുള്ള ഒരു വിചാരം, ഒരു ഓർമ്മ, ഒരു ചിന്ത, ഒരു കണക്കുകൂട്ടൽ, ഒരു പ്ലാനിങ്, ഒരു പദ്ധതി എൻ്റെ കർത്താവിൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് എപ്പോഴും അവിടുന്ന് സൂക്ഷിക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഓരോരുത്തരെ കുറിച്ചും കർത്താവിൻ്റെ ഉള്ളിൽ ഒരു വിചാരമുണ്ട്, ഒരു പ്ലാനിംഗ് ഉണ്ട്, ഒരു പദ്ധതിയുണ്ട്. ജെറമിയ പ്രവചനത്തിൽ 29 അധ്യായത്തിൽ 11 തിരുലിഖിതം കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി തന്നെ. എനിക്ക് ശുഭമായ ഭാവി, വലിയ ഭാവി, ഉയർന്ന ഭാവി എനിക്ക് വേണ്ടി കരുതുന്ന ഒരു പദ്ധതി എൻ്റെ കർത്താവിൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ചുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതാവസ്ഥകളുടെ ആ സാഹചര്യം വെച്ച് നമ്മളെ തന്നെ ചെറുതായി കാണുകയാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. 1998 അട്ടപ്പാടിയിൽ സഖിയോൻ ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേവലം 24 പേർക്ക് മാത്രം താമസിച്ച് ധ്യാനിക്കാവുന്ന ചെറിയ ഒരു മുറിയിലായിരുന്നു ധ്യാനം തുടങ്ങിയത്. തുടക്ക ധ്യാനങ്ങളിൽ 7 പേര്, 12 പേര്, 18 പേര്, 20 പേര്, ഇങ്ങനെ മാസങ്ങളോളം ഇങ്ങനത്തെ ശുശ്രൂഷകൾ നീങ്ങിപ്പോയിട്ടുള്ളത് എൻ്റെ ഓർമ്മയിലുണ്ട്.
അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന, കർത്താവേ 24 പേരെയെങ്കിലും ഈ മാസത്തെ ധ്യാനത്തിന് കൊണ്ടുവരണമേ. താമസിച്ചുള്ള ധ്യാനം അത് 24 പേര് വന്നാൽ ഗ്രാൻഡ് സക്സസ്, ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കണക്കാക്കിയിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ 24 പേര് വന്നു. അപ്പോൾ എൻ്റെ മനസ്സ് കുറച്ചും കൂടി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, ഒരു 40 പേര് വരെ ആകുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു. എൻ്റെ മനസ്സിൽ എൻ്റെ ചുരുങ്ങിയ ചിന്ത, ചെറിയ ചിന്ത, 40 പേരുണ്ടെങ്കിൽ വലിയ ധ്യാനമായിട്ടാണ് ഞാൻ കണക്കാക്കിയിരുന്നത്. പിന്നീട് എൻ്റെ ചിന്ത മാറി, 60 പേരാവുകയാണെങ്കിൽ കുറച്ചും കൂടെ വലിയ അനുഗ്രഹമായിരിക്കുമെന്ന്. പിന്നെ അത് 80 പേരെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ 100 പേരെന്ന് പറഞ്ഞാൽ ടോപ്പ് ധ്യാനം, അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ എൻ്റെ ദൈവം എന്നെക്കുറിച്ച് പദ്ധതി അതായിരുന്നില്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ശുശ്രൂഷകൾക്ക് വരുമ്പോൾ, ഓരോ ആഴ്ചയിലെ ശുശ്രൂഷകൾക്ക്, ഓരോ കൺവെൻഷനിലും ലക്ഷക്കണക്കിന് ആളുകളെ കർത്താവ് ഒരുമിച്ച് കൂട്ടി ഒരൊറ്റ പന്തലിൽ, ഒരൊറ്റ കൊടയ്ക്ക് കീഴിൽ ഈ ജനങ്ങളെ അണിനിരത്തി 5 ദിവസം ഒരു ധ്യാന കേന്ദ്രത്തിൽ താമസിച്ച് ധ്യാനിക്കുന്ന പോലെ ഇരുത്തി ദൈവവചനം പറഞ്ഞു കൊടുക്കാൻ ദൈവം വേദി ഒരുക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി നേരത്തെ തന്നെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി ഞാൻ എങ്ങനെ കണ്ടത്? 20 പേര്, 40 പേര്, 60 പേര്, 100 പേര് ടോപ്പ്, ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതിയെക്കുറിച്ച് ഉയർന്ന് ചിന്തിക്കാൻ എനിക്ക് അന്ന് എൻ്റെ വിശ്വാസത്തിൻ്റെ പരിധികളെ എനിക്ക് ഉയർത്താൻ സാധിച്ചിരുന്നില്ല. ഉറക്കെ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് ചെറുതായിട്ടല്ല വലുതായി ചിന്തിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. ഒരു ഉദാഹരണം ജോഷുവ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്. ജോഷുവയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതം. ജോഷുവ ദൈവത്തിന്റെ സന്നിധി ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവം ജോഷുവയെ അതിനേക്കാൾ വലുതായി കാണുകയാണ്, അതിനേക്കാൾ ഉയർന്നതായി കാണുകയാണ്. എങ്ങനെയാണ് ജോഷുവ ഞാൻ നിന്നെ കാണുന്നത് എന്ന് ദൈവം ഇറങ്ങി വന്ന് ജോഷുവയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഭാഗമാണ് ജോഷുവയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ തിരുലിഖിതം. നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും ഒരിടത്തും വെച്ച് നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. മോശപ്രവാചകനോട് പോലെ തന്നെ ഞാൻ നിന്റെ കൂടെയും ഉണ്ടായിരിക്കും. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോഷുവ ഒരുപക്ഷെ ചോദിച്ചത്, ദൈവമേ ഈ യുദ്ധത്തിൽ ഒരു വിജയം തരണമേ, ദൈവമേ ഇന്ന രാജ്യക്കാരുടെ യുദ്ധത്തിൽ ഒരു വിജയം തരണമേ, അവരെ ഒന്ന് തോൽപ്പിച്ച് തരണമേ എന്നൊക്കെ ജോഷുവ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തോടോ ഒരു ജനതയോടുള്ള യുദ്ധത്തിലുള്ള വിജയത്തെക്കുറിച്ച് ജോഷുവ കാണുമ്പോൾ, ജോഷുവയെ കുറിച്ച് ദൈവം എങ്ങനെയാണ് കാണുന്നത് എന്ന് ദൈവം ജോഷുവയ്ക്ക് വെളിപ്പെടുത്തുകയാണ്. നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കാത്ത വിധം ഞാൻ നിന്റെ കൂടെ നടക്കും. കർത്താവ് ജോഷുവയെ വലുതായി കാണുന്ന കാര്യം ജോഷുവയെ അങ്ങോട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയ ദൈവവൈതലേ, ഇതുപോലെ ഓരോരുത്തരോടും ദൈവവചനത്തിലൂടെ ദൈവം ഈ കാര്യം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്നെ ഞാൻ ചെറുതായിട്ടല്ല, നിന്നെ ഞാൻ വലുതായി കാണുന്നുണ്ട്. നിന്നെ ഞാൻ ചെറുതായിട്ടല്ല, നിന്നെ ഞാൻ വലുതായി തന്നെ കാണുന്നു. ഇതുപോലെ മറ്റൊരു രംഗം ദിനവൃത്താന്തത്തിന്റെ 2-ാമത്തെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതത്തിൽ നാം കാണുന്നുണ്ട്. ഇവിടെ സോളമൻ എന്ന ഒരു ദൈവ പൈതലിനെയാണ് ദൈവവചനം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. സോളമൻ ദാവീദിന്റെ പുത്രൻ, ദാവീദിന് ശേഷം ദൈവം രാജാവാക്കി ജനത്തിന് ചുമതലയേൽപ്പിച്ച ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ പ്രിയദാസൻ. അദ്ദേഹം ദൈവസന്നിധി, സോളമനും ജനങ്ങളും ചേർന്ന് ദൈവസന്നിധിയിൽ ബലിയർപ്പിച്ചു, പ്രാർത്ഥിച്ചു, ദൈവത്തെ ആരാധിച്ചു. അങ്ങനെ രാത്രി വിശ്രമിക്കുമ്പോൾ ദൈവം സോളമന് പ്രത്യക്ഷപ്പെട്ടു. ദൈവം ചോദിച്ചു, സോളമാ, എന്തു വരമാണ് ഞാൻ നിനക്ക് നൽകേണ്ടത്? സോളമൻ ഒന്ന് എളിമപ്പെട്ടു, ഒന്ന് പ്രാർത്ഥിച്ചു. സോളമൻ പറഞ്ഞു, ദൈവമേ, കടൽ തീരത്തെ ഈ എണ്ണമില്ലാത്ത മണൽത്തരി പോലെ അസംഖ്യമായ അങ്ങയുടെ ജനത്തെ നയിക്കാനും ഭരിക്കാനും ആവശ്യമായ ജ്ഞാനവും വിവേകവും നൽകി ഈ ദാസനെ അനുഗ്രഹിച്ചാലും. സോളമൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം സോളമനെ ഞാൻ എങ്ങനെ കാണുന്നു എന്നുള്ളത് വെളിപ്പെടുന്ന ഭാഗമാണ് 12-ാമത്തെ തിരുലിഖിതം. അവിടെ നമ്മൾ കാണുന്ന എങ്ങനെയാണ്? സോളമാ, നീ ജ്ഞാനവും വിവേകവും ചോദിച്ചു, ഞാൻ നിനക്ക് ജ്ഞാനവും
വിവേകവും നൽകുന്നു. കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ഞാൻ നിനക്ക് നൽകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ചെറുതായിട്ടല്ല വലുതായി സോളമനെ കാണുകയാണ്. നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തത്ര ജ്ഞാനം, വിവേകം, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, പേര്, ബഹുമതി, സൽപ്പേര്, കീർത്തി, സർവ നന്മകളും കൊണ്ട് സോളമനെ അലങ്കരിക്കാൻ വേണ്ടി പദ്ധതിയോടെ ചിന്തിച്ച് വിചാരപ്പെട്ട് നടക്കുന്ന ദൈവത്തിന്റെ ഒരു ഹൃദയ വിചാരമാണ് ഇവിടെ സോളമനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഈ ദൈവം തന്നെയാണ് എന്റെയും ദൈവം. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഈ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഇത് വിശ്വസിച്ച് സ്വീകരിക്കുന്നവർക്ക് ഈ ദൈവത്തിന്റെ അനുദിന ഇടപെടലുകൾ വഴി ജീവിതത്തിൽ ദൈവത്തിന്റെ കരം ദർശിക്കാൻ കഴിയും. ഉറക്കെ പറയാ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും വിശുദ്ധ ലിഖിതങ്ങളിൽ നിരവധി സ്ഥലങ്ങളിൽ ദൈവം ഓരോ ദൈവ പൈതലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് പുറപ്പാടിന്റെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 22-ാം തിരുലിഖിതം. അവിടെ ദൈവം നമ്മളെ ദൈവത്തോളം അങ്ങോട്ട് ഉയർത്താൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കുറിച്ചുള്ളൊരു വിചാരം, ഓരോരുത്തരും കൂടെ ഒരു വിചാരം കർത്താവിടെ രേഖപ്പെടുത്തി. കർത്താവ് പറയാണ്, നീ അവന്റെ വാക്കുകൾ കേൾക്കണം, നീ അത് സൂക്ഷ്മമായി പാലിക്കണം. അങ്ങനെയെങ്കിൽ 22-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? നീ അവന്റെ വാക്കുകൾ കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയായിരിക്കും. പ്രിയപ്പെട്ട സഹോദരൻ, നോക്ക്, ദൈവം എത്രയോ നമ്മളെ മാനിച്ച് ദൈവത്തോളം ഉയർത്തുകയാണ്. നിന്റെ ശത്രു എൻ്റെ ശത്രു പോലെയും നിന്റെ മിത്രം എൻ്റെ മിത്രം പോലെയും തന്നെ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരാൾക്ക് ഒരു സ്നേഹിതനുണ്ടായിരിക്കട്ടെ, നിങ്ങൾ ദൈവത്തോട് സ്നേഹിതനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സ്നേഹിതന് ദൈവ സ്നേഹിതനായിരിക്കും. നിന്റെ ശത്രുവിന് ഞാൻ ശത്രുവായിരിക്കും, നിന്റെ എതിരാളിക്ക് ഞാൻ എതിരാളിയായിരിക്കും. അതുപോലെ പ്രിയ മക്കളെ, ദൈവം നമ്മളെ ദൈവത്തോളം അടുപ്പിച്ച് ഉയർത്തി നിർത്തുകയാണ്. മറ്റൊരു പ്രബോധനം നമ്മൾ ബൈബിളിൽ ശ്രദ്ധിക്കുന്നത് ജോഷുവയുടെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിലെ 10-ാമത്തെ തിരുലിഖിതമാണ്. ദൈവത്തിന്റെ ഒരു പ്രിയ പൈതൽ ഒരു കാര്യത്തിനു വേണ്ടി ഇടപെടുമ്പോൾ, ഒരു കാര്യത്തിനു വേണ്ടി നീങ്ങുമ്പോൾ ദൈവം എങ്ങനെയാണ് അദ്ദേഹത്തോട് കൂടെ നീങ്ങുന്നതെന്ന് വെളിപ്പെടുത്തുന്ന വചനഭാഗമാണ് 23:10. നിങ്ങളിൽ ഒരാൾ 1000 പേരെ തുരത്തും, കാരണം ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ നിന്റെ ദൈവമായ കർത്താവ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ ഒരാൾ 1000 പേരെ തുരത്താൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് ജോഷുവ 23:10 വെളിപ്പെടുത്തുകയാണ്. വീണ്ടും ദൈവത്തിന്റെ ഇംഗിതങ്ങൾ, ദൈവത്തിന് നമ്മളെ കുറിച്ച് വിചാരങ്ങൾ ബൈബിളിൽ നിരവധി ഭാഗങ്ങളിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിയമാവർത്തന ഗ്രന്ഥത്തിൽ 28-ാം അധ്യായത്തിലെ 1-ാമത്തെ തിരുലിഖിതം. വചനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് അവ സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലുള്ള മറ്റെല്ലാ ജനതകളെക്കാളും ഉന്നതനാക്കും. എന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ്, ഭൂമിയിലുള്ള മറ്റെല്ലാ ജനതകളെക്കാളും നിന്നെ ഞാൻ ഉന്നതനാക്കി മാറ്റും. വീണ്ടും നിയമാവർത്തനം 28-ാം അധ്യായത്തിൽ 10-ാം തിരുലിഖിതം. നീ എൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ഭൂമിയിലുള്ള സർവ്വജനങ്ങളും നിന്നെ ഭയപ്പെടാൻ ഞാൻ ഇടവരുത്തും. ഉറക്കെ പറയാ ഹല്ലേലൂയ. വീണ്ടും നിയമാവർത്തനം 28-ാം അധ്യായം 7-ാം തിരുലിഖിതം. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവായ ഞാൻ തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴികളിലൂടെ അവർ പലായനം ചെയ്യും. കർത്താവ് നിനക്ക് വേണ്ടി നിന്റെ കൺമുമ്പിൽ വെച്ച് നിനക്കെതിരെ വരുന്നവരെ ഛിന്ന ഭിന്നമാക്കി തുരത്തുമെന്ന് നിയമാവർത്തന ഗ്രന്ഥത്തിൽ 28-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതത്തിൽ ദൈവത്തിന്റെ വചനം നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു വിചാരമുണ്ട്. ആ വിചാരമാണ് ഇവിടെ വെളിപ്പെട്ട് കിട്ടുന്നത്. ഉറക്കെ പറയാ ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള മറ്റൊരു വിചാരം നിയമാവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഞാനിന്ന് നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനത്തിലെ ഓരോ വാക്കും നീ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്ക് ഒരിക്കലും
അധോഗതി ഉണ്ടാവുകയില്ല. എന്നെയും കുറിച്ച് നിങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ വിചാരത്തിൻ്റെ വേറൊരു മേഖലയാണത്. നിനക്ക് എപ്പോഴും അഭിവൃദ്ധി ഉണ്ടാകണം. നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാകരുത്. നീ ഒരിക്കലും നീ അധോഗതിയെക്കുറിച്ച് വിഷമിച്ചിരിക്കാൻ ഇടവരാത്ത വണ്ണം നിന്റെ ഓരോ ചുവടുവെപ്പുകളിലും, നിന്റെ ഓരോ സംരംഭങ്ങളിലും, ഓരോ ഉദ്യമങ്ങളിലും, ഓരോ പരീക്ഷകളിലും, ഓരോ ക്ലാസ്സിലും, ഓരോ മുന്നേറ്റത്തിലും നിനക്കെപ്പോഴും അഭിവൃദ്ധി, നിനക്കെപ്പോഴും വിജയം, നിനക്കെപ്പോഴും ഉയർച്ച ഇത് നൽകി നിനക്കുള്ള ശുഭമായ ഭാവിയും പ്രത്യാശയും നിനക്ക് ഉറപ്പിച്ചു തരുന്ന നിന്റെ ദൈവം നിന്റെ മുമ്പിൽ നടക്കുന്നുവെന്ന് തിരുലിഖിതങ്ങളിലൂടെ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ചെറുതായിട്ടല്ല, എന്നെ വലുതായി തന്നെയാണ് എൻ്റെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നത്. സോളമൻ ദൈവത്തോട് ജ്ഞാനത്തിന് വേണ്ടി ചോദിച്ചു. സോളമൻ ദൈവത്തോട് അറിവിന് വേണ്ടി ചോദിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 29-30 വാക്യങ്ങൾ കാണുന്ന ഇങ്ങനെയാണ്: ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഒരു ഹൃദയവും പ്രദാനം ചെയ്തു. കടൽ തീരം പോലെ വിശാലമായ ഹൃദയം, അനന്തമായ ജ്ഞാനം. ഈ ഭൂമിയുള്ള പൗരസ്ത്യ ദേശത്തും ഈ ഈജിപ്തിലൊക്കെയുള്ള എല്ലാ ജ്ഞാനികളെയും അതിശയിപ്പിക്കുന്ന ജ്ഞാനവും കടൽ തീരം പോലെയുള്ളൊരു ഹൃദയവും കൊടുത്ത് എനിക്ക് എൻ്റെ സോളമനെ കുറിച്ച് ചിന്ത ഇതാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ നിന്റെ പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിച്ച്, നീ നിന്റേതായ കുരുട്ട് വഴികളും കുരുട്ട് ചിന്തകളും ഉപേക്ഷിച്ച്, നിന്റേതായ വളഞ്ഞ വഴികളും വക്രബുദ്ധികളും ഉപേക്ഷിച്ച് നിന്റെ ദൈവമായ കർത്താവിലേക്ക് നിന്റെ മനസ്സ് തിരിക്കുമോ? നിന്റെ ദൈവമായ കർത്താവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി അവിടുത്തെ ഹൃദയത്തിലുണ്ട്. അതിന്നും നടപ്പായിട്ടില്ല. നിന്റെ പാപങ്ങൾ അതിന് തടസ്സമായി നിൽക്കുകയാണ്. നിന്റെ ഹൃദയത്തെ നീ തിരിക്കുക. ലോകത്തിൽ നിന്ന് ലോകത്തിന് വേണ്ടി പരക്കമായി നിന്റെ ഹൃദയത്തെ നീ ഇന്ന് ദൈവത്തിലേക്ക് തിരിക്കുക. നിന്റെ ഹൃദയത്തിൽ നിന്ന് യേശുവിലേക്ക് തിരിക്കുക. നിന്റെ ഹൃദയത്തിൽ നിന്ന് വചനത്തിലേക്ക് തിരിക്കുക. നിന്റെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനയിലേക്ക് തിരിക്കുക. 2 കരങ്ങൾ ഉയർത്തി, ദൈവമേ, അതിനുള്ള ഒരു അഭിഷേകം, അതിനുള്ള ഉണർവ്, ഒരു സ്പർശനം എനിക്ക് നൽകണമേ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ, ഇപ്പോൾ ഇടപെടണമേ കർത്താവേ, ഇപ്പോൾ ഇടപെടണമേ കർത്താവേ, ഇപ്പോൾ ഇടപെടണമേ കർത്താവേ. കർത്താവേ, അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ. ഓരോ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ അങ്ങയുടെ സന്ദർശനം അവിടെ നൽകണമേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ കൂട്ടായ്മ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, പ്രാർത്ഥന നിറയട്ടെ, ഉണർവ് നിറയട്ടെ, ദൈവചിന്ത നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ജെറമിയ 29-ാം അധ്യായം 11-ാം തിരുലിഖിതം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി തന്നെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ചൊല്ലാത്ത ആത്മാവിൻ നൊമ്പരം നിന്നോടു ചൊല്ലിടുന്നു യേശുവേ ഞാൻ, നിന്നോടു ചൊല്ലിടുന്നു യേശുവേ. ആരാരും കാണാത്ത കണ്ണുനീർ തുള്ളികൾ തിരുമുൻപിൽ തൂകിടുന്നു യേശുവേ ഞാൻ, തിരുമുൻപിൽ തൂകിടുന്നു യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. രണ്ട് കരങ്ങളും കർത്താവായ യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഈ സമയം ഹൃദയം നുറുങ്ങി നമുക്ക് യേശുവിനെ വിളിക്കാം. യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളുണ്ട്. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. അനുഗ്രഹിക്കുന്ന കർത്താവേ, മറന്നെന്നെ സ്വീകരിച്ചു, നീ സർവം മറന്നെന്നെ സ്വീകരിച്ചു. ആരോടും ചൊല്ലാത്ത ആത്മാവിൻ നൊമ്പരം നിന്നോടു ചൊല്ലിടുന്നു യേശുവേ ഞാൻ, നിന്നോടു ചൊല്ലിടുന്നു യേശുവേ.